ബഹുമാനപ്പെട്ട വിആർ ജനറൽ അച്ഛന്മാര്, വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള ഇരിഞ്ഞാലക്കുടക്കാരെ, നിങ്ങൾക്കുണ്ട് എൻ്റെ ഈ കാരുണ്യത്തിൻ്റെയും ഈ പന്തക്കുസ്തയുടെയും എങ്ങനെ ഇപ്പം ഈ പന്തക്കുസ്തയുടെ ദിവസം തന്നെ ദിവ്യകാരുണ്യവും കൂടി ചേർന്നു എന്നൊരു അത്ഭുതം. എൻ്റെ ഇടവകയിൽ കുട്ടികളുടെ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പന്തക്കുസ്ത ദിനത്തിൽ കുട്ടികൾക്ക് ദിവ്യകാരുണ്യം കൊടുക്കാൻ സാധിച്ചു. നമ്മൾ പണ്ട് വാഴ്വിനൊരു പാട്ട് പാടാറുണ്ട്. നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീയൻ ആലംബമേ. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ പുസ്തകമാണ് പ്രിയമുള്ളവരെ ദൈവവചനം. ഇത് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ കഥ പറയുന്ന പുസ്തകമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ, നമ്മളെ സൃഷ്ടിച്ചപ്പോ തന്നെ ദൈവത്തിന്റെ പ്രത്യേക കാരുണ്യം കൊണ്ട് നമ്മളൊക്കെ ജനിച്ചത്. വേദപുസ്തകത്തിലെ യോഹന്നാന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും, നീയല്ല എന്നെ തെരഞ്ഞെടുത്തത്, ഞാനാണ് നിന്നെ തെരഞ്ഞെടുത്തത്. അതപ്പോ എങ്ങനെ എപ്പോഴാ ഈ തെരഞ്ഞെടുപ്പ്? ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലോ. ആ തെരഞ്ഞെടുപ്പല്ല. പിന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോ അതൊരു വലിയൊരു കാരുണ്യാണല്ലോ പ്രിയമുള്ള. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളില്ല. നമ്മൾ ജനിച്ചത് തന്നെ നമ്മുടെ അപ്പന്റെ അമ്മയുടെ കാരുണ്യം കൊണ്ടല്ല. എന്റെ അപ്പന്റെ 10-30 ദശലക്ഷം ബീജങ്ങൾ എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണം മാത്രം കർത്താവ് അതിന്റെ അകത്തേക്ക് കടത്തിയിട്ട് പറഞ്ഞു, അവിടെ ഇരുന്നോളൂ. അങ്ങനെയാണ് ഞാൻ ഉണ്ടായത്. ബാക്കി എല്ലാ ബീജങ്ങളും നഷ്ടപ്പെട്ടു പോയി. അവിടെ വെച്ച് എന്നോട് കാരുണ്യം കാണിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മുഖത്തേക്ക് മാത്രം എത്ര തുറപ്പിച്ചു നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കാര്യം തന്നെയാണ് ഈ പറയണത്. നിങ്ങളെല്ലാവരും കൂടി പാവട്ടോ അച്ഛൻ അങ്ങനെ ചിന്തിക്കേണ്ട. നമ്മുടെ ഒക്കെ ജീവിതം ആരുടെയും കാരുണ്യമല്ല പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കാരുണ്യമാണ് നമ്മുടെ ജീവിതം. ഇന്ന് നമ്മൾ ഈ കസേരയിൽ ഇരുന്നിട്ട് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കണമെങ്കിൽ കൊറോണയുടെ സമയത്ത് നമ്മൾ പോവാത്തോണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കണേ. അന്ന് പോയിരുന്നെങ്കിൽ എന്ത് ദിവ്യകാരുണ്യം നമ്മൾ പോയില്ലോ. അപ്പൊ ദൈവത്തിന്റെ കാരുണ്യമാണ് നമ്മുടെ ഈ ശരീരത്തിലെ ഓരോ ഞരമ്പുകളും ഓരോ കോശങ്ങളും ഓരോ കഴിവുകളും ഓരോ വാക്കുകളും സർവസ്വവും ദൈവത്തിന്റെ കാരുണ്യമാണ്. ഒന്ന് കരമേർത്തി കർത്താവിന് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് തന്റെ കാരുണ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. ദൈവം മനുഷ്യരോട് കൂടെ ആയിരിക്കാൻ വേണ്ടി പരദീസായിൽ സന്തോഷമായിട്ട് ഇങ്ങനെ കഴിയായിരുന്നു. വളരെ ആനന്ദത്തോടു കൂടെ. അവിടെയല്ലേ മറ്റേ സംഭവം ഉണ്ടായത്. അതോടുകൂടെ എന്തുണ്ടായി? മനുഷ്യന് ദൈവം കൊടുത്തത് ഈ ശരീരത്തിന്റെ നിറമല്ല, ഈ ശരീരത്തിന്റെ കണ്ണ്, ചെവി, മൂക്ക്, കയ്യ്, കാല്, ഇതൊന്നല്ല. ദൈവം കൊടുത്തത് ദൈവത്തിന്റെ ഹൃദയമാണ്. ആ ഹൃദയമാണ് ദൈവത്തിന്റെ കാരുണ്യം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം, ആ വചനമാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായത് അത് ദൈവത്തിന്റെ കാരുണ്യമാണ്. എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു ബീജത്തെ മാത്രം തെരഞ്ഞെടുത്തപ്പോ ഞാനുണ്ടായതും അതും ദൈവത്തിന്റെ കാരുണ്യം. അല്ലെങ്കിൽ ഞാനില്ല, പിന്നെ ഞാൻ ഉണ്ടാവണെന്ന്. അപ്പൊ ദൈവത്തിന്റെ കാരുണ്യമാണ് മനുഷ്യൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. പക്ഷേ മനുഷ്യൻ ആ ദൈവം തന്ന ഹൃദയം നഷ്ടപ്പെടുത്തിയപ്പോ ശിക്ഷയായിട്ട് അവൻ പരദീസായിൽ നിന്ന് പുറത്തായി. അവന് പിന്നെ ദൈവത്തിന്റെ സ്നേഹാനുഭവം. എനിക്ക് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും അങ്ങനെ എന്തോരം പേരിപ്പോ പറയണേന്നറിയാ. ഭർത്താക്കന്മാര് പറയുന്നുണ്ട്, ഭാര്യമാര് പറയുന്നുണ്ട്, മക്കള് പറയുന്നുണ്ട്. ഒരു ഗൾഫിൽ നിന്നൊരു അമ്മ വിളിച്ചിട്ട് പറയാ, അച്ഛൻ എന്റെ മോനുണ്ടല്ലോ,
അവനിപ്പോ 2 ദിവസം വീട്ടിൽ വന്ന് കൂട്ടുകാരന്റെ വീട്ടിൽ താമസിക്കണേന്ന്. അവന് വിളിച്ചപ്പോ അവൻ പറയാന്ന്, എനിക്ക് എന്റെ കൂട്ടുകാരന്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം. അപ്പൊ അപ്പനമ്മയാ, എനിക്ക് അപ്പനും അമ്മയൊന്നും എന്നെ സ്നേഹിക്കണില്ല. ഞെട്ടിപ്പോയി ചങ്ങ് വിളിച്ചിട്ട് എന്റെ അച്ഛൻ എന്റെ മോനെ എത്ര മാസം ഞാൻ സ്നേഹിക്കണത് ആ ചെക്കൻ പറഞ്ഞ വാക്ക് കേട്ടാ. അപ്പൊ എന്താ ചെയ്യ? മാതാപിതാക്കളെ, മക്കൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് ബോധ്യമാവണില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ പറയാം. വിളിച്ചപ്പോ അവൻ ഒരു ഡിമാൻഡ് അങ്ങടെ വെച്ചു അപ്പനോടും അമ്മയോടും. അതെ, ഞാൻ വരാം, അവാട് വരാന്ന്. പക്ഷെ പറഞ്ഞെങ്കിൽ ഉണ്ടല്ല, നിങ്ങൾ എന്നോട് സോറി പറയണം. എങ്ങനെയുണ്ട് സോറി പറയണെന്ന്. അപ്പനമ്മയും മോനോട് സോറി പറയണെന്ന്. അങ്ങനെ അപ്പനമ്മയും മോനെ സോറിടാ എന്ന് പറഞ്ഞിട്ടാണ് മോൻ വന്നത്. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ ശിക്ഷിച്ച് പരദീസായി പുറത്താക്കിയപ്പോ ദൈവത്തിന്റെ മനസ്സ്, ഹൃദയം കരഞ്ഞു. ആ ഹൃദയം അവനൊരു വാക്ക് കൊടുത്തു, മോനെ നിന്നെ ഇപ്പൊ പരദീസാനൊക്കെ പുറത്താക്കി, അത് നീ ചെയ്ത പാപത്തിന്റെ ഫലണ്ട. പക്ഷെ നിനക്ക് നിന്റെ ഈ അവസ്ഥ കണ്ടിരിക്കാൻ പറ്റില്ല. ഒരു കന്യക ഗർഭം ധരിക്കും, അവളൊരു പുത്രനെ പ്രസവിക്കും. അവൻ നിന്നെ ഈ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നിനക്ക് രക്ഷ നൽകും. കരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയാണ് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കാരുണ്യമാണ് ലോകം മുഴുവൻ ഇന്ന് നിലനിൽക്കുന്നെങ്കിൽ, ഇന്ന് ഈ ലോകത്തിന് എത്ര അക്രമങ്ങൾ നടക്കുന്നു, എത്ര കൊലപാതകം നടന്നു, എന്നിട്ടും ദൈവത്തിന്റെ കരുണ വറ്റിയിട്ടില്ല. ആദത്തിനുണ്ടായ മകൻ കായേൽ സ്വന്തം അനുജനെ തല്ലിക്കൊന്നിട്ട് ഓടുമ്പോഴും ആ ദൈവത്തിന്റെ സ്വരം പറഞ്ഞു, മോന് നിക്കടേ, ഇല്ലില്ല നിന്റെ അനിയനോട് അതൊന്നും എന്നോട് ചോദിക്കണ്ട, നിക്കടേ. ഇങ്ങനെ ഓടിയാൽ നിനക്ക് ആപത്താണ്. അതുകൊണ്ട് നിന്റെ നെറ്റിത്തടത്തിൽ ഞാനൊരു അടയാളം വെക്കുകയാണ്. എന്തിനാന്നറിയോ? നിന്നെ കാണുന്നവരാരും നിന്നെ ദ്രോഹിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ എന്റെ അനിയനെ കൊന്നതല്ലേ, അറിയാടാ. എന്നാൽ എനിക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. കരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ട മനുഷ്യകുലത്തിന് തന്റെ ചങ്ക് പൊളിച്ച് കാണിച്ചു തരാനാണ് ഈ ലോകത്തിലേക്ക് ഈശോ വന്നത്. കുത്തിയില്ലേ, ചങ്കിലിട്ട് കുത്തിയില്ലേ, ചങ്കാണെന്റെ ഈശോ, ചങ്കാണെന്റെ ഈശോ, ചങ്കിലാണ് കുത്തിയത്. കുത്തി പൊളിച്ച് നോക്കി അതിൻ്റെ ഉള്ളിൽ വല്ലതുണ്ടോന്ന്. ഉണ്ടായിരുന്നല്ലോ, ഒരു തുള്ളി വെള്ളം ബാക്കിയുണ്ടായിരുന്നു. അതും കൊടുത്തു കാരുണ്യമായിട്ട് ആ കുരുടന്റെ കണ്ണിലെ. കരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവം മനുഷ്യനോട് കാണിക്കുന്ന കാരുണ്യത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത. നമ്മൾ വേറെ പാപമൊന്നും ചെയ്യില്ലട്ടാ, കൊല്ലില്ല, വ്യഭിചാരം ചെയ്യില്ല, കക്കില്ല, ഒരു പാപം ചെയ്യില്ല. പക്ഷേ ദൈവത്തിന്റെ ഈ കാരുണ്യത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന മനുഷ്യരാകരുത്. ദാവീദ് ജീവിതത്തിൽ എല്ലാം കിട്ടിയപ്പോൾ ദാവീദ് ദൈവത്തിന്റെ കാരുണ്യത്തെ മറന്നുപോയി. പക്ഷെ ദാവീദ് പശ്ചാത്തപിച്ചപ്പോൾ ദൈവത്തിന്റെ കാരുണ്യം അവന്റെ വീണ്ടും ചൊരിഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം എന്താണെന്നറിയോ? മനുഷ്യരെല്ലാം നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിനൊക്കെ ഒരു ചരടിട്ടിട്ടുണ്ട് അടിയിലേക്ക്, അത് ഇടയ്ക്ക് പിടിച്ച് വലിക്കും. ഇതെന്തെന്നെ വലിക്കണേ? അല്ല, ഞാൻ സ്നേഹിക്കേണ്ടതെന്ന് ഓർത്തോളോ. ഏത് എന്റെ സ്നേഹം കൊണ്ടാണ് നിലനിൽക്കണെന്ന് ഓർത്തോളോ. നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ പിന്നിലേക്ക് ഒരു ചരടിട്ടിട്ടുണ്ട് ഇടയ്ക്ക് പിടിച്ച് വലിക്കാനായിട്ട്. തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കാരുണ്യം വചനമായി ഭൂമിയിലേക്ക് മാംസം ധരിച്ച് ക്രിസ്തു വന്നു. ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ ചെറുതാകലാണ്. പ്രിയമുള്ളവരെ, ഒരു ദൈവത്തിന് ഇത്രമാത്രം ചെറുതാകാൻ പറ്റും. നമുക്കൊക്കെ ചെറുതാവുന്ന, പിന്നെ മറ്റൊരു പാട്ടൊക്കെ ഉണ്ട്, ഇത്ര ചെറുതാകാൻ, ഇത്ര വലുതാകാൻ, ഇത്ര ചെറുതാ, അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട്. പക്ഷെ പാട്ട് പോരാ, വലുതാകാൻ നാം ചെറുതാകണം. പ്രിയമുള്ളവരെ, ഇത്രമാത്രം അൾത്താരയിലെ കുഞ്ഞു തിരുവോസ്തിയാകാൻ പോലും ചെറുതാകാനുള്ള മനസ്സാണ്, ആ ഹൃദയമാണ് ആരാധനയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം മാറ്റിവെക്കലാണ് ട്രാൻസ്പ്ലാന്റേഷൻ. കർത്താവ് അപ്പമെടുത്തിട്ട് അവസാനത്തെ സമയത്ത് ചങ്കൊക്കെ നീറിപ്പടയണ സമയത്ത്
അടുത്തിരിക്കുന്ന ആൾക്കാരെ നോക്കിയപ്പോ സ്വഭാവമൊക്കെ കർത്താവിന് നേരത്തെ അറിയാലോ. കൂടെ നടക്കണ നമ്മളൊക്കെ കർത്താവിന്റെ കൂടെ പലപ്പോഴും നമ്മൾ നടക്കണത്. ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, അതെ എന്റെ 2 പിള്ളേരെ ഞാനിങ്ങനെ കർത്താവിന്റെ അടുത്ത് കിട്ടുന്നുണ്ട്, കൂടെ നടക്കുന്നുണ്ട്. മനസ്സിലായി ആക്കോ? മനസ്സിലായി. അല്ല, അതെ, ഒരാളെടുത്ത ഭാഗത്ത് ഒരാള് വ്യവസായ മന്ത്രി, ഒരാളെ മറ്റേ ഫോറിൻ അഫയേഴ്സ്. എന്ത്? അല്ല, ഞാൻ വെറുതെ വിട്ടിട്ടുള്ളതല്ല, ഞാന് എന്റെ മക്കളെ വിട്ടുള്ള ഇങ്ങനെ. മാതാപിതാക്കളെ ക്രിസ്തുവിന്റെ കൂടെ പലരും കൂടുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. ചില ആൾക്കാരൊന്നും എനിക്കതൊന്നും വേണ്ട, എനിക്ക് എന്റെ രോഗം മാറ്റി തന്നാൽ മാത്രം മതി, രോഗം മാറ്റി തന്നാൽ മാത്രം മതി, അങ്ങനെ ഒരു കാരുണ്യം ഉണ്ടായാൽ മതി. അപ്പോ പിന്നെ ഞാൻ ഒരിക്കലും വരില്ല. അത് ശരി, എന്റെ രോഗം മാറ്റി തന്നാൽ പിന്നെ ഞാൻ ഒരിക്കലും വരില്ലെന്ന്. അപ്പൊ ആ വ്യക്തിക്ക് എന്താ വേണ്ടത്? എന്റെ രോഗം മാറുക, പിന്നെ ഞാൻ ഒരിക്കലും വരില്ലെന്ന്. പിന്നെന്താ? പിന്നെ എന്റെ മക്കളുടെ ഉന്നത വിജയം, പിന്നെ ബിസിനസ് ഒന്നും നന്നായിട്ട് നടക്കണം. അപ്പൊ കർത്താവ് ചോദിച്ചു, അല്ല അപ്പൊ എന്റെ ഹൃദയം ഒന്നും നിങ്ങൾക്ക് വേണ്ട അല്ലേ? ഹൃദയം ഇപ്പൊ ആർക്ക് വേണം? പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ മാംസളമായ ഹൃദയം. എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകും. ആ ഹൃദയമാണ് തിരുഹൃദയം. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ കർത്താവിന്റെ ഹൃദയമുള്ള മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം. കർത്താവിന്റെ ഹൃദയം നമ്മുടെ ഉള്ളിൽ വരുമ്പോ നമ്മുടെ ഉള്ളിലുള്ളത് കർത്താവിന്റെ സ്നേഹമാണ്. പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന കർത്താവൻ ഒരിക്കലെ പറഞ്ഞിട്ടുണ്ട് ശിഷ്യന്മാരുടെ മുഖത്തോട്ട്, അതൊരു കാര്യം ഞാൻ പറയട്ടെ. എന്താണ്? അതെ, നിങ്ങളുടെ ഉള്ളില് ദൈവസ്നേഹമൊന്നും ഇല്ല കേട്ടോ. ഇല്ലതങ്ങനെ ഇല്ലടാ, കൂടെയൊക്കെ നടക്കുന്നുണ്ട് നിങ്ങള്. നീ ദിവ്യകാരുണ്യ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. സത്യമായിട്ടും മോനെ, നിന്റെ ഉള്ളിലെ കരകവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിലാരുടേത്? ആകുലമാം ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത്? എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്? ആ വാക്കിന് വലിയ അർത്ഥം കേട്ടാ. എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്? യേശുവിനോട് ചോദിക്കുക പ്രിയമുള്ളവർ ഈ ചോദ്യം. യേശുവേ, നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്? നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സ്വയം ചെറുതായത്. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് സ്വയം എളിമപ്പെടലാണ്. വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്താണ് യേശു ക്രിസ്തു വന്നത്. യേശു ക്രിസ്തു രാജാവല്ലേ, രാജാതി രാജനല്ലേ? വല്ല കുതിരപ്പുറത്തൊക്കെ വന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിന്റെ ഹൃദയം തുടിക്കുന്ന മദർ തെരേസ തന്റെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, അതെ, നിങ്ങൾ പോയ ആശുപത്രികളൊക്കെ പോയിട്ട് രോഗികളൊക്കെ ഇങ്ങനെ തൊടുമ്പോ ഈ പുരോഹിതൻ തിരുവോസ്തി തൊടുമ്പോഴുള്ള അനുഭവമാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. ആണോ? ആണ്. എന്താ കാര്യം? സക്കറാരിയിലിരിക്കുന്ന കർത്താവിന്റെ ദിവ്യകാരുണ്യം, നമ്മൾ കുമ്പിട്ടാരാധിക്കുന്ന ദിവ്യകാരുണ്യം നീ സ്വീകരിക്കുമ്പോ നിന്നെ മറ്റുള്ളവർ കാരണം നിന്റെ ഉള്ളിലുള്ളത് അതേ തിരുവോസ്തിയാണ്. പ്രിയമുള്ളവരെ, ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അത് നമ്മളാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ഈ ശരീരത്തിനൊന്നും കുർബാന സ്വീകരിക്കുമ്പോൾ മാറ്റം വരുന്നില്ല. മാറ്റം വരുന്നത് എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിനാണ്. നമ്മുടെ ഹൃദയത്തിനാണ് പ്രിയമുള്ളവരെ മാറ്റം വരുന്നത്. കർത്താവിന്റെ സന്നിധിയിലിരുന്ന് ആരാധനയിൽ പങ്കെടുത്ത് കർത്താവിന്റെ സന്നിധിയിലിരുന്ന് നാം ദൈവത്തെ സ്തുതിച്ചിട്ട് ഇറങ്ങുമ്പോ നമ്മുടെ ഹൃദയം ദിവ്യകാരുണ്യമായി മാറണം. നമുക്ക് ആഗ്രഹങ്ങളെ, ക്രിസ്തുവിന്റെ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകണം. 12 ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല മക്കളെ. നിങ്ങളെ എന്റെ അത്ഭുതങ്ങൾ കണ്ട്, രോഗശാന്തികൾ കണ്ട്,
സൗഭാഗ്യങ്ങൾ കണ്ട് 5,000 കണ്ടൊക്കെ ബോധം പോയിട്ട് എന്റെ പിന്നാലെ നടക്കണ്. സംഭവം ഞാൻ പറയട്ടെ, എന്നെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കോടുട്ടാ. ഇല്ലില്ലില്ലില്ലില്ല, ഓടുറ. നീ എന്നെ ഉപേക്ഷിച്ചിട്ട് ഓടുന്നു. പത്രോസ് പറഞ്ഞതൊക്കെ ചങ്കിൽ കൊള്ളണ കാര്യമൊന്നും പറയരുത് കേട്ടാ. നമ്മളങ്ങനെയുള്ള ആൾക്കാരൊന്നല്ല. പിന്നെ മരിയൻ എന്ത് മരിയൻ എന്ത് നിനക്ക് വേണ്ടി ഞാൻ മരികയൻ വേണ്ട, അത്ര പറയണ്ട, ഞാൻ മരിക്കട്ടെ. കർത്താവ് അപ്പോ പത്രോസ് നോക്കിയിട്ട് പറഞ്ഞു, മോനെ സത്യമായിട്ട് പറയട്ടെ, നീ എന്റെ കൂടെ നടക്കണ്ടെങ്കിൽ നീ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. മാതാപിതാക്കളെ, ഈ കോൺഗ്രസ് പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, ജീവന്റെ ജീവൻ ഏത്? നിന്റെ ജീവന്റെ ജീവൻ നിന്റെ മക്കളാണ്. മക്കൾക്ക് വേണ്ടിയിട്ടാണ് നീ ജീവിക്കുന്നത്. നിന്റെ ജീവന്റെ ജീവൻ ഏത്? നിന്റെ സമ്പത്താണ്. നിന്റെ ജീവന്റെ ജീവൻ നിന്റെ കച്ചവടമാണ്. നിന്റെ ജീവന്റെ ജീവൻ നിന്റെ പണമാണ്. നിന്റെ ജീവന്റെ ജീവൻ നിന്റെ സ്വത്താണ്. നിന്റെ ജീവന്റെ ജീവൻ നിന്റെ ഭാര്യയാണ്, നിന്റെ ഭർത്താവാണ്. പക്ഷെ നിന്റെ ജീവന്റെ ജീവൻ എന്താണ്? സഹോദരങ്ങളെ, കർത്താവിന്റെ സന്നിധി ദിവ്യക്കാരുടെ മുമ്പിൽ ആരാധിച്ചിരുന്നിട്ട് മതിയോ? കർത്താവ് ചോദിക്കും, നീ എന്നെ കുറെ നേരായില്ലേ ആരാധിക്കണ്? നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങടാ. എന്റെ കാരുണ്യം തേടുന്ന മനുഷ്യരെ ചുറ്റുപാടുമുണ്ട്. ഞാൻ 3 വർഷം പരസ്യ ജീവിതം നയിച്ചപ്പോ കണ്ടു, അയ്യോ എനിക്ക് കാഴ്ചയില്ല, അയ്യോ എനിക്ക് തളർന്നു എടുക്കണു, അയ്യോ എനിക്ക് കുഷ്ഠരോഗം, അയ്യോ എന്റെ ആങ്ങള മരിച്ചു, അയ്യോ എന്റെ മോൻ മരിച്ചു. ഉണ്ടടാ, ചെല്ലണം നിങ്ങൾ. എന്റെ കാരുണ്യമായിട്ട് നിങ്ങളുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചല്ലാതെ ആരാധനയിൽ മുഴുവൻ നേരം ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുക. കഥ എഴുന്നേറ്റ് പോടാ. എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ നല്ല ഇഷ്ടമാണ്. എങ്ങനെ? കർത്താവിനെ യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എഴുന്നേറ്റ് പോന്നിയേ. പലപ്പോഴും നമുക്ക് എളുപ്പമുള്ള കാര്യം എന്താണെന്നറിയാം, ഇപ്പൊ ആരാധന കേന്ദ്രങ്ങളൊക്കെ AC കൂടി ആക്കിയോടുകൂടി അവിടുന്ന് പോവാൻ എന്നെ തോന്നണില്ല. നല്ല സൗകര്യമുണ്ട്. കർത്താവ് യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ചില ആരാധനിക്കുന്ന ആൾക്കാരോട്, എഴുന്നേറ്റ് പോവോ? എന്താ എന്നോട് അങ്ങനെ പറയണേ? എടാ, എന്റെ കാരുണ്യ ആവശ്യമുള്ള മനുഷ്യരുണ്ടെന്ന്. നീ എല്ലാ ദിവസം വന്നിട്ട് ഇവിടെ ഇരിക്കുക, എന്നിട്ട് വീട്ടിൽ പോയി ചോറുണ്ട് കിടന്നുറങ്ങുക, പിന്നെ എല്ലാത്തോടെ വന്നിരിക്കുക. എടാ, അതല്ലെന്ന്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു 3 വർഷക്കാലം എന്താ ചെയ്തത്? എന്റെ പിതാവിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുക മാത്രമല്ല, നമ്മൾ കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുക മാത്രമല്ല, കാരുണ്യമില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്പം പോലും കാരുണ്യമുണ്ടോ? ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നവർ, ഭാര്യയെ ഉപേക്ഷിക്കുന്നവർ, ജീവിതത്തിൽ എത്രമാത്രം കാരുണ്യം തേടുന്ന മനുഷ്യരുടെ ഇടയില് നമ്മളെ ദിവ്യ കാരുണ്യമായിട്ട് മാറണം. പ്രിയമുള്ളവരെ, ചിലപ്പോ നമ്മുടെയൊക്കെ പ്രവൃത്തികള് മറ്റുള്ളവർ കേൾക്കുമ്പോഴും കാണുമ്പോഴും പറയും, ഇത് ഇവരിങ്ങനെ കുർബാനയിലെ ആരാധനകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ഇവരുടെ സ്വഭാവം എന്താ ഇങ്ങനെ, എന്താ ഭാര്യ ഇവരൊന്നും നന്നാവാത്ത എന്ന് പറഞ്ഞില്ലേ? അതാണ് കാര്യം. എന്തെല്ലാം പ്രാർത്ഥനയിൽ ആരാധനയിൽ പങ്കെടുത്തിട്ടും എന്തേ പ്രിയ നമ്മുടെ കർത്താവിന്റെ ഹൃദയം നമുക്കില്ലാത്തത്? ഞാനിപ്പോ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആയിട്ടുള്ള കാര്യം ഇടപെടുമ്പോ ഒരു സഹോദരി ഭർത്താവും കൂടെ വന്നു. ഞാൻ ചോദിച്ചു, എന്താ ഭർത്താവിന് കിഡ്നി പോയി വെച്ചോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഭാര്യയല്ലേ? അതെ. കിഡ്നി അങ്ങോട്ട് കൊടുത്തോളൂ. ആ കൊടുക്കാച്ചോ? എന്നാ കൊടുത്തൂടെ, എന്താ പ്രശ്നം? ഗ്രൂപ്പ് ചേരില്ല അച്ഛാ. കേട്ടോ, ആ ഭാര്യയുടെ മനസ്സ് കണ്ടോ, തന്റെ ഭർത്താവിന് കിഡ്നി കൊടുക്കാൻ തയ്യാറായിട്ടും ഗ്രൂപ്പ് ചേരാത്തതിന്റെ വിഷമത്തില്. അപ്പൊ ഗ്രൂപ്പ് ചേർന്നാ കൊടുക്കോ? എന്റെ ഭർത്താവല്ല അച്ഛാ, എന്റെ ഭർത്താവിന് എനിക്ക് വേണ്ട അച്ചോ. അപ്പൊ എന്താ ചെയ്യാലേ? പറ്റാത്ത കാരണം അടച്ചോ, എന്റെ ഗ്രൂപ്പ് വേറെയായി പോയി. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കച്ചാ, സത്യം പറഞ്ഞോളോ? പറയാം. ചേച്ചിയുടെ ഗ്രൂപ്പ് ഏതാ? അയ്യോ, അത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം! പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എത്ര എത്ര അടവുകളിലൂടെ പോണെന്നറിയാം. എന്നിട്ട് പറയും, കർത്താവേ യേശുവേ സ്തുതി. കർത്താവിനറിയാം നമ്മളെ. ഒറ്റ നോട്ടത്തിൽ കർത്താവിനെ തിരിച്ചറിയാം. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ എന്നെ മരിക്കുന്നല്ലേ പറഞ്ഞേ എനിക്ക് വേണ്ടിയിട്ട്? സത്യമായിട്ടും പറയാടോ, നീ ഉണ്ടല്ല, ഞാനൊരു കോഴീനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നീ 3 പ്രാവശ്യം തള്ളി കഴിഞ്ഞിട്ട് ഇന്ന് കോഴി കൂവുള്ളോ? അമ്പട കോഴിയെ നീ ഇനി കൂവണ്ട. അവൻ തള്ളി കഴിയുമ്പോ നീ കൂയാ മതി. കാത്തിരുന്നു കോഴി, കാത്തിരുന്ന് കാത്തിരുന്ന് പത്രോസ് തള്ളിയപ്പോൾ പത്രോസ് ഞെട്ടിപ്പോയി. എന്റെ അമ്മേ, അപ്പൊ ഞാൻ ഇത്ര ഉള്ളൂല്ലേ? 3 വർഷക്കാലം ധ്യാനം കൂടണ പോലെ കർത്താവിന്റെ കൂടെ 3 വർഷത്തെ ധ്യാനം ഇപ്പൊ ഇല്ല. അത് വേണമെങ്കിൽ നല്ലവരെണ്ണം ഉണ്ടാക്കട്ട.
3 വർഷത്തെ ധ്യാനം കൂടിയിട്ട് പത്രോസ് കർത്താവിനെ ആരേ യേശു ക്രിസ്തു അപ്പൊ അറിയില്ലേ? എനിക്കൊന്നും അറിയില്ല. നിന്റെ സംസാരം പെണ്ണ ഓരോ കാര്യം പറഞ്ഞ് എന്റെ മക്കിട്ടുകാരന്മാരെ എടുത്തിട്ടാ എനിക്കൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് നോക്കിയത് കാരുണ്യത്തിന്റെ മുഖത്തേക്കാണ് കേട്ടാ. കർത്താവ് നോക്കി, ഡാ നിനക്കെന്നെ അറിയില്ലല്ലേ? ചോദിച്ചില്ല. അതാണ് കർത്താവിന്റെ ഹൃദയം. ഒരക്ഷരം പോലും ചോദിച്ചില്ല പ്രിയമുള്ളവരെ. ആരൊറ്റ നോട്ടം പത്രോസിന്റെ അടിമുടി ഇളകി. എവിടെ നിന്നൊക്കെയാ കണ്ണീര് വന്നേന്നറിയില്ല. ഇളകി മറിഞ്ഞ പത്രോസ് പറഞ്ഞു, പാപിയാണ് ഞാൻ. സഹോദരങ്ങളെ, കർത്താവിന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ ഇരിക്കണമെങ്കിൽ കർത്താവിന്റെ ഹൃദയമുള്ളവരായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് എന്തിനാണ് പ്രിയമുള്ളവരെ? ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുത്ത് പോകുമ്പോ നമ്മൾ ആലോചിക്കണം, ഈ അപ്പത്തിൽ കർത്താവെ നീ ജീവിക്കുന്നെങ്കില് നീ എൻ്റെ ഉള്ളിലല്ലേ ജീവിക്കണത്? ഇനി എൻ്റെ സംസാരം, എൻ്റെ പെരുമാറ്റം, എൻ്റെ വാക്കുകളെല്ലാം എങ്ങനെയാകണം? യേശു ക്രിസ്തു എങ്ങനെ അവസാനം പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞില്ലേ പർദീസായിൽ വാതിലടച്ചു എന്ന്. ആ വാതില് ആർക്ക് വേണ്ടിയിട്ടാ കർത്താവ് തുറന്നെന്നറിയോ? ആ കാരുണ്യത്തിന്റെ വാതിൽ തുറന്നത് ഒരു കള്ളന് വേണ്ടിയിട്ടാണ്. ദൈവപുത്രൻ പർദീസായുടെ വാതിൽ തുറന്നത്. ആദ്യമായിട്ട് അടഞ്ഞുകിടന്ന പർദീസായുടെ വാതിൽ തുറന്നത് ഒരു കള്ളന് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാ. പറഞ്ഞുടേ നിന്നോർക്കണെന്ന് ഓർക്കണ പ്രശ്നമില്ല, ഞാൻ നിന്നെ അങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കൊണ്ടുപോയി. മാതാവ് താഴെയുണ്ട്, പത്രോസ് താഴെയുണ്ട്. പക്ഷേ കർത്താവ് കൊണ്ടുപോയത് ഒരു കള്ളനെയാണ് ട്ടാ. അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. നമ്മുടെ സ്ഥാനമാനങ്ങളോ നമ്മുടെ സമ്പത്തോ നമ്മുടെ സൗന്ദര്യമോ പഠിപ്പൊന്നും കർത്താവിന് നമ്മെ തെരഞ്ഞെടുക്കാൻ കാരണമാകില്ല. ഒരൊറ്റ വിളിയാണ്. അതൊരു 1.5 ദൈവ വിളിയായിട്ടാ. എന്തെണ്ടാ, ഞാൻ മരിക്കാൻ പോവാണ്, എന്നെ ആർക്കും വേണ്ട, എന്നെ കൊല്ലണവര്, നീ ഒരു കാര്യം ചെയ്യ, എന്നെ ഒന്ന് ഓർക്കോ. ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം കൊടുത്തവനാണ് കർത്താവ്. നിന്നെ ഓർക്കണ വിഷയമില്ല, നീ ഞാൻ എൻ്റെ കൂടെ പർദീസയിലാണ്. കർത്താവ് പർദീസായുടെ വാതിൽ തുറന്നു. അതാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ആരാധിക്കുന്ന കർത്താവിന്റെ ദിവ്യകാരുണ്യം. അതുപോലെ നമ്മുടെ ഹൃദയം തുറക്കണം. അനേകരുടെ നിലവിളികൾ കേൾക്കുമ്പോ നമ്മുടെ ഹൃദയം തുറക്കുന്നില്ലെങ്കിൽ നീ എന്ത് ദിവ്യകാരുണ്യ ഭക്തനാണ്? കർത്താവിന്റെ ഹൃദയം അവിടുന്ന് തുറന്നു കുത്തി തുറന്നപ്പോ അപ്പ കൊടുത്തില്ലേ അവന് കാഴ്ച. സഹോദരങ്ങളെ, പ്രസംഗിക്കാൻ എളുപ്പമാണ്. ദിവ്യകാരുണ്യത്തെ കുറിച്ച് പ്രസംഗിക്കാം, മുറിക്കപ്പെടണം. നമ്മളിതൊക്കെ പ്രസംഗം ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരാൾ ചോദിക്കണം, എടാ എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് വേണടാ, നീ കർത്താവിന്റെ കാരുണ്യൊക്കെ അനുഭവിച്ച ആളല്ലേ? പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് ബ്ലഡ് കൊടുക്കാൻ കിട്ടാ. അപ്പൊ നീ എന്തുട്ടപ്പി വലിയ കർത്താവിന്റെ രക്തം ചിന്തിയ കാര്യമൊക്കെ പറയണ്ടായിരുന്നല്ലോ. ഇതാണ് പ്രിയമുള്ളത് നമ്മുടെ അവസ്ഥ. നമ്മൾ കർത്താവിന്റെ പ്രീതി നേടാൻ വേണ്ടി ചുറ്റുമിരിക്കുമ്പോ കർത്താവ് പറയും, എന്നെ നിലവിളിച്ച് കേഴുന്നവന്റെ അടുത്തേക്ക് നീ പോയി അവന്റെ മുമ്പിൽ ദിവ്യ കാരുണ്യമാകണം. അതിന് നീ സ്വയം ചെറുതാകണം, നീ പകുത്തു കൊടുക്കണം. മദർ തെരേസ എന്തിനാണ് പ്രിയമുള്ള കൽക്കട്ടയിലെ ചേരിയിലെ മനുഷ്യ വിസർജം ചുമലിൽ ചുമന്ന് നടക്കുന്ന മനുഷ്യരുടെ കൂടെ ആ സ്ത്രീകളുടെ കൂടെ പോയിരുന്നിട്ട് നിങ്ങളുടെ ഒരു സാരി തരുമോ? എന്താന്ന് നിങ്ങളുടെ ഒരു സാരി? നല്ല സാരിയാണ്, ഞാൻ ഉടുക്കാനാ. എന്തിനാ? നിങ്ങളെ പോലെ ആകാൻ. ആ സാരിയാണ് മദർ തെരേസ സിസ്റ്റേഴ്സ് ഉടുത്തിട്ടുള്ളത്. കരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വലിയവരെ പോലെ ആകാനല്ല, ചെറിയവരാകുമ്പോഴാണ് കർത്താവിന്റെ കൂട്ട് നമുക്ക് കിട്ടുള്ളൂ. കോടീശ്വരനായ മനുഷ്യന്റെ പുത്രൻ ഫ്രാൻസിസിന് കുതിരപ്പുറത്ത് നടക്കാമായിരുന്നു. പക്ഷെ ഫ്രാൻസിസിന് കർത്താവിന്റെ ദിവ്യകാരുണ്യം തൊട്ടപ്പോ നോക്കിയപ്പോൾ ആ കുരിശ് കണ്ണു തുറന്നിട്ട് അസീസിയെ നോക്കി ദഹിച്ചു പോയി. ഫ്രാൻസിസ്, യു ബിൽഡ് മൈ ചർച്ച്, എന്റെ സഭയെ നീ പണിയുക. ഫ്രാൻസിസ് എനിക്ക് ഒന്നും അറിയില്ല, ഞാനൊരു അച്ഛനും അല്ല, ആരും അല്ല. പ്രിയമുള്ളവരെ, അസീസിലേക്ക് ഒന്ന് പൊക്കോ നിങ്ങള്. ഒരു കോടീശ്വര പുത്രൻ നമുക്കില്ലേ? ഈ ഇരിഞ്ഞാലക്കുടയിലെ സമ്പന്നരായ മനുഷ്യരിൽ ഇവിടെ ഇരിക്കണില്ലേ? നിങ്ങളുടെ മക്കൾ ആരാകണം? ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, UK പോണം, അമേരിക്ക പോണം, പണം സമ്പാദിക്കണം, അവിടെ വീട് ഒക്കെ ചെയ്തോ. എന്നിട്ട്
ഈ അസീസിയെ ഒന്ന് കാണിച്ചു കൊടുത്തോളം മോനെ, അതൊരു വിഡ്ഢിയായ മനുഷ്യനല്ല. ആ ഫ്രാൻസിസ് കർത്താവിന്റെ കാരുണ്യം അനുഭവിച്ചവനാണ്. പനിച്ചു വിറച്ചു കിടക്കുന്ന ഫ്രാൻസിസിന്റെ ഹൃദയ തുടിപ്പുകളിൽ ക്രിസ്തുവിന്റെ സ്നേഹം എരിഞ്ഞെരിഞ്ഞ് കത്തിയപ്പോ അവന്റെ അണ്ടർ ഗാർമെന്റ് അടക്കം ഊരിയിട്ട് അപ്പന്റെ കാൽക്ക് വെച്ചിട്ട് എന്റെ പൊന്നപ്പ, പൊന്നപ്പന്നല്ല പേരിട്ട, വെറുതെ പറഞ്ഞപ്പോ അങ്ങനെ പൊന്നപ്പനായി പോയിന്ന് മാത്രം. എനിക്ക് അപ്പന്റെ സ്വത്ത് കണ്ടിട്ട് ജീവിക്കുന്ന മകനല്ല. അപ്പൻ ചത്താൽ അപ്പന്റെ കട്ടിലും അപ്പന്റെ ഡെപ്പോസിറ്റും അപ്പന്റെ കച്ചവടവും എനിക്ക് കിട്ടില്ലോ എന്നോർത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല. ചിലപ്പോ ഉണ്ടാവാലോ. പ്രിയമുള്ളവരെ, അപ്പൻ മരിച്ചാൽ സ്വത്ത് കിട്ടും. സ്വത്തിനു വേണ്ടി ഇവിടെ നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ, മക്കളെ, നിങ്ങൾ പഠിച്ചു വലുതായി കോടീശ്വരനായി സമ്പത്തുണ്ടായി സുന്ദരനായ സുന്ദരിയായ ജീവിത പങ്കാളിയായിട്ട് അമേരിക്കയിൽ എവിടെയെങ്കിലും സുഖമായി ജീവിച്ചാൽ സ്വർഗം തമ്പുരാന്റെ കാരുണ്യം അനുഭവിക്കാൻ കഴിയില്ല. ജീവിതത്തിലുള്ളതെല്ലാം ദൈവം തന്ന കാരുണ്യമാണെന്ന് ജോബ് പറഞ്ഞതുപോലെ ദൈവം തന്നതല്ലാതെ ഒന്നും എന്റെ കയ്യിലില്ല. ദൈവം തന്നത് എപ്പ വേണമെങ്കിൽ ചോദിച്ചോ. ഞാൻ ചിലപ്പോ ചിന്തിക്കാറുണ്ട്, മാതാവി നിനക്ക് ഇങ്ങനെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാൻ പറ്റണേ? നിന്റെ ഭർത്താവ് മരിച്ചു, വിധവയായി. ഇവിടെ വിധവയായിട്ടുള്ള അമ്മമാരോട് ഇരിപ്പുണ്ടാവും. ഭർത്താവ് മരിച്ചു പോയിട്ട് വിധവയായ പരിശുദ്ധ മറിയം ആരുടെ തുണ? ആകെ ഒരു മോനുള്ളോ. അത് കർത്താവിന്റെ കാരുണ്യമാണെന്ന് ഓർക്കുമ്പോ, ഈ മനുഷ്യകുലത്തിന് വേണ്ടി തന്റെ മകനെ വെട്ടി നുറുക്കി കഷ്ടമാക്കുന്നത് പോലെ മനസ്സ് കീറിപ്പറിക്കുമ്പോ അമ്മ അവിടെ നിന്ന് അനുഭവിച്ച വേദന ആ അമ്മ മനസ്സിൽ പറഞ്ഞു കാണും, ഇത് എന്റെ ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ സഹിക്കാൻ കഴിയുന്നവനെ കർത്താവിന്റെ കാരുണ്യം തൊട്ടിട്ടുള്ള. പ്രിയമുള്ളവരെ, എന്റെ സുഖങ്ങൾ, എന്റെ സൗകര്യങ്ങൾ, എന്റെ സൗഭാഗ്യങ്ങള്, എന്റെ നേട്ടങ്ങള് എന്ന് കരുതുന്നവനെ കർത്താവിന്റെ കാരുണ്യത്തിന് മുമ്പിലിരുന്ന് യേശുവേ സ്തോത്രം എന്ന് പറയാനേ പറ്റുള്ളൂ. മരിക്കണ സമയത്ത് ഹൃദയത്തിൽ വരണം, ഞാൻ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിച്ച തോമാസ്ലീഹായുടെ മകനും മകളുമാകണം. കർത്താവിന്റെ ഹൃദയം തൊട്ട തോമാസ്ലീഹായെ പോലെ ഇന്നിവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, മാതാപിതാക്കളെ, ഇന്ന് ലോകത്തിൽ ആവശ്യം പഠിപ്പുള്ളവരെ, കഴിവുള്ളവരെ, അധികാരമുള്ളവരെയല്ല. അസീസിയെ പോലെ, മദർ തെരേസയെ പോലെ കർത്താവിന്റെ ഹൃദയമുള്ള ഇരിഞ്ഞാലക്കുടക്കാരായി മാറട്ടെ. നിങ്ങളൊക്കെ ഒരു കുടയുടെ കീഴിൽ നിൽക്കണേ. ഇരിഞ്ഞാലക്കുട. ആ കുടയുടെ കീഴിൽ സന്തോഷത്തോടെ കർത്താവിന്റെ കാരുണ്യത്തിന് സാക്ഷികളായി ജീവിക്കണം. മരിച്ചാൽ എന്തടോ, ഒരു ശവടപ്പ് കഴിഞ്ഞാൽ മറക്കാവുന്നതേ ഉള്ളൂ ഈ ലോകം. പക്ഷെ മറക്കില്ല ഞാൻ. നിന്നെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോ കൂടെ കൊണ്ടുപോയ കർത്താവിന്റെ മകളാണ്, മകനാണെന്നുള്ള അഭിമാനത്തോടെ ജീവിക്കുക. ഇങ്ങനൊരു അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഞാനൊരു സ്ഥലത്തേക്കും പോയിട്ടില്ല. ഞാനിത് കഴിഞ്ഞാലും വീണ്ടും പോകുന്നത് വൈദ്യമന്ദിരത്തിലെ ചികിത്സ കുറച്ചുകൂടി ഉണ്ട്. ചികിത്സ വേറെ ഒന്നുമല്ല, ക്ഷീണമുണ്ട്. നമുക്കൊരു നല്ലൊരു ഒറിജിനൽ CPR കിട്ടി. നെഞ്ചത്ത് ഒരു പൊങ്കാലിട്ട പോലെ നല്ലോണം. കുഴപ്പമില്ല, ഒരു അസുഖം ഇല്ലാണ്ട് അങ്ങോട്ട് ഒരെണ്ണം കിട്ടാന്നുള്ള ഫ്രീ അല്ലേ. അസുഖം ഉണ്ടായിട്ട് കിട്ടുന്നത് അതാണ്. പക്ഷെ ഇതിന് ഫ്രീ ആയിട്ട് ഒരെണ്ണം കിട്ടി. ആകമാനൊരു ഇളക്കളക്കി. പക്ഷെ ഒരു കുഴപ്പമില്ലെന്ന്. ഞാൻ ആ പോയ പോക്കിൽ പോവാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ പോയില്ലടേ. പോയെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഉറപ്പായിട്ടും. പക്ഷെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷെ കൊടാനുകൂടി മനുഷ്യര് എന്നെ അത്ഭുതപ്പെടുത്തി. ദൈവം ഇത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനൊരു ഭാഗ്യമായി. നിങ്ങൾ പലരും എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാത്തിനും നന്ദി. അഭിയുന്ന പിതാവിനും അച്ഛന്മാർക്കും നിങ്ങൾക്കെല്ലാവർക്കും. ഞാൻ ഇന്ന് എൻ്റെ കുട്ടികളുടെ കുർബാനസ്വീകരണം കഴിഞ്ഞ് പാഞ്ഞു വരികയായിരുന്നു. അച്ഛനെ വിളിച്ചു പറഞ്ഞു, ഡേവിസ് അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ പിതാവ് വിളിച്ചു പറഞ്ഞു, സന്തോഷമുണ്ട്, നമുക്കെല്ലാവർക്കും ഈ ലോകം കഴിഞ്ഞു പോകുമ്പോൾ അഭിമാനത്തോടെ പറയാമെന്ന്, ക്രിസ്തുവിന്റെ ഹൃദയം എനിക്കുണ്ട് എന്ന് പറയാൻ. പകുത്തു കൊടുക്കൂ പ്രിയമുള്ളവരെ. ജീവിതത്തിലുള്ളതെല്ലാം മുറിച്ചു തരുന്ന ദിവ്യകാരുണ്യ കൈകളിൽ വെക്കുമ്പോ ഓർത്തോളോ, ചോര ഈ അപ്പത്തിൽ നിങ്ങൾ കാണില്ല. പക്ഷേ ആ ശരീരത്തിൽ നിന്ന് കുറെ ചോര പോയിട്ടുണ്ട്. ഇത് ഗോതമ്പപ്പമാണ്. കാണുമ്പോ ട്രാൻസ്ഫോർമേഷൻ, കാണുമ്പോ ഗോതമ്പപ്പമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൈയുയർത്തിയിട്ട് പറഞ്ഞു, നോക്കണേ പത്രോസേ, ദണ്ടാണി പോയ സ്ഥലണ്ട്. ആണ് വേദനയുണ്ട? ഒരു വേദനയില്ലട. എന്ത് വേദനയില്ലാത്ത? വേദനയില്ലാത്ത ലോകത്തേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത് ഞാൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ക്യാൻസർ ഇല്ലാത്ത,
എന്റെ പിതാവിന്റെ ഭവനത്തിൽ കിഡ്നിക്ക് അസുഖമില്ല, എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഹാർട്ട് അറ്റാക്ക് ഇല്ല, എന്റെ പിതാവിന്റെ ഭവനത്തിൽ കണ്ണുനീരില്ല, എന്റെ പിതാവിന്റെ ഭവനത്തിൽ സങ്കടങ്ങളില്ല. ആ ആനന്ദത്തിന്റെ പറുദീസയിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും എന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടാണ് ഞാൻ പോകുന്നത്. അതുപോലെ കർത്താവിനോട് തിരിച്ചു പറയാൻ കഴിയും. ഇവിടെ വേദനിക്കുന്ന അനേക അമ്മമാര് അപ്പന്മാര് ഇരിപ്പുണ്ടാവാം. ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ഒരു തരത്തിൽ ഭാഗ്യവന്മാരാണ്. ഞങ്ങളൊക്കെ എന്താ, നിങ്ങളുടെയൊക്കെ സങ്കടങ്ങളെ കാണുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് പറയാറുണ്ട്, ഞങ്ങളൊക്കെ നിങ്ങളുടെ പിന്നിലുണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പൊ നിങ്ങള് സ്വർഗത്തിന്റെ കവാടത്തില് കയറാൻ നിൽക്കുന്ന സമയത്ത് തിരിച്ചു നോക്കുമ്പോ എന്താ ചെറുമലച്ച പൊക്കോ ഞാൻ പിന്നാലെ വരാൻ നോക്കട്ടെ. കാരണം ഞങ്ങൾക്കൊന്നും അത്ര സങ്കടങ്ങളില്ല. നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും വീട്ടിലത്തെ കാര്യം ആലോചിച്ച്, മോന്റെ കാര്യം ആലോചിച്ച്, ഭർത്താവിന്റെ കാര്യം ആലോചിച്ച്, കുട്ടിയുടെ കാര്യം ആലോചിച്ച്. ചിലർ ഇവിടെ ഒന്നും അല്ല, അവരെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ഭാഷ ഒച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. ചിലവരിങ്ങനെ ഇരുന്നിരിക്കണേ അച്ഛൻ ശ്രദ്ധിച്ച അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, കലുഷിതമായ മനസ്സുകളാണ്. പക്ഷെ കർത്താവിന്റെ ആരാധനയോടെ ഇരുന്ന് എല്ലാം മറക്കുക, കംപ്ലീറ്റ് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. പക്ഷെ അവിടെ ഇരിക്കാൻ പാടില്ലട്ടാ, എഴുന്നേറ്റ് പോകണം. കർത്താവിനോട് നിലവിളിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ നിലവിളികളെ കേട്ട് പോയില്ലെങ്കിൽ കർത്താവ് ചോദിക്കും, നീ എന്റെ അടുത്ത് കുറെ നേരം ഇരുന്നു എന്നതിൽ കണക്ക് ഞാൻ വെച്ചിട്ടില്ല, എന്റെ അടുത്തുനിന്ന് പോയിട്ട് നീ എന്ത് ചെയ്തു ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഫ്രാൻസിസ് അസീസിക്ക് കുറെ ലിസ്റ്റ് ഉണ്ടായിരുന്നു, മദർ തെരേസയ്ക്ക് കുറെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഏത് പള്ളിയിലും ചെല്ലുമ്പോണ്ടില്ല, ചിലവർ അച്ഛാ എന്റെ അപ്പാപ്പനാണ് ഈ പള്ളിക്ക് സ്ഥലം കൊടുത്തത്. ഞാൻ പറഞ്ഞു എന്റെ അപ്പാപ്പൻ പള്ളിക്ക് സ്ഥലം കൊടുത്തതിന്റെ പേരിൽ നിനക്ക് എന്ത് ഗുണമുണ്ടുള്ളത്? അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഒന്നും കൊടുത്തിട്ടില്ലേ? എന്റെ അപ്പാപ്പനാണ് പള്ളിക്ക് സ്ഥലം കൊടുത്തത്, എന്റെ അപ്പാപ്പനാണ് കുരിശുപള്ളിക്ക് സ്ഥലം കൊടുത്തത്, അതുകൊണ്ടൊക്കെ നിനക്കെന്താ കാര്യം? പ്രിയമുള്ളവരെ, ഓരോരുത്തരും ചെയ്തതിന്റെ ഫലങ്ങൾ ഓരോരുത്തർക്ക്. നിങ്ങളുടെ വീട്ടില് ബിരിയാണി ഉണ്ടാക്കി തിന്നിട്ട് എനിക്ക് വല്ല വിശപ്പ് മാറോ ചേട്ടാ? അതുണ്ടാവില്ല. അതാണ് കാര്യം. അതിനാൽ കർത്താവ് ചോദിക്കും, നീ എനിക്ക് വേണ്ടി എന്തു ചെയ്തു? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ദിവ്യകാരുണ്യനാഥൻ നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കട്ടെ. കണ്ണുകളടക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കാരുണ്യമായി ഈ ഭൂമിയിലേക്ക് ഞങ്ങളുടെ രൂപം സ്വീകരിച്ചു വന്ന കർത്താവേ, നീ എങ്ങനെ ഇത്ര ചെറുതാകാൻ കഴിഞ്ഞു? നീ എങ്ങനെ ഇത്ര വിനീതനാകാൻ കഴിഞ്ഞു? നിനക്കെങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് നഗ്നനാവാൻ കഴിഞ്ഞു? എല്ലാവരും നിന്നെ ഓരോന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് നീ തിരിച്ചു പറഞ്ഞില്ല? അവസാനം ബറാബാസിന്റെ ഒപ്പം നിർത്തിയിട്ടും പരിഭവം ഉണ്ടായില്ലല്ലോ. മരിക്കണ സമയത്ത് ഒരു കള്ളൻ ചോദിച്ചപ്പോ പ്രാണൻ പടക്കണ സമയത്ത് പോലും ഞങ്ങളോട് നീ കാണിച്ച കാരുണ്യം മറക്കില്ല. ഞങ്ങൾക്കൊരു മരണമുണ്ട്, അതൊന്നെങ്കിൽ ക്യാൻസർ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, കിഡ്നിക്ക് അസുഖം. അടുത്ത ആരും ഉണ്ടാകില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ കൂടെ നീ ഉണ്ടാകും. കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. ഈശോയുടെ കാരുണ്യം നിങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.